ഓരോ പുതുവർഷ ദിനങ്ങളും ഒത്തിരി പ്രത്യാശ നൽകുന്ന അവസരങ്ങളാണ്. നമ്മൾ ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷിൽ ന്യൂ ഇയർ എന്നീ രണ്ട് വാക്കുകളാണ്. അതിൻ്റെ ഓർമ്മിക്കാൻ എളുപ്പത്തിന് അതിൻ്റെ ആൽഫബറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനസ്, പുതുമ എന്ന് നമുക്ക് നിർവചിക്കാം. ഈ പുതുവർഷം എപ്പോഴും നമുക്കൊരു പുതുമ നൽകുന്ന ഒരു വർഷമായിട്ട് മാറട്ടെ. എപ്പോഴും ജീവിതത്തിൽ പുതുമ ഉണ്ടാകുമ്പോഴാണ് ഒരു ജീവിതത്തിൽ ഒരു ത്രില്ല് ഉണ്ടാവുക. പഴയതിനെ മാറ്റി പുതുക്കാനായിട്ടാണ് ഈശോ വന്നത്. അതുകൊണ്ടാണ് ഈശോയുടെ മുമ്പ് പഴയ നിയമമെന്നും ഈശോയ്ക്ക് ശേഷം പുതിയ നിയമമെന്നും നമ്മൾ പറയാം. അപ്പോൾ ഈ ഒരു പുതുമ, ഒരു ആകാംക്ഷ, ഒരു ത്രില്ല് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ വർഷം നമുക്ക് പരിശ്രമിക്കാം. അതുപോലെ ഇ ഫോർ ഇവാലുവേഷൻ. നമ്മുടെ കഴിഞ്ഞ വർഷം നമുക്ക് സംഭവിച്ച നമ്മുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ, അതിനെ വിലയിരുത്താനുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഓരോ പുതുവർഷ ദിനങ്ങളും. അപ്പൊ കഴിഞ്ഞ വർഷത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്താണ് നേട്ടം, എന്താണ് കോട്ടമുണ്ടായത്, അതിൽ നിന്ന് ഞാൻ എന്ത് പാഠം പഠിച്ചു എന്നുകൂടി ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഈ നിമിഷം നമുക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് എന്ന് നമുക്ക് നിർവചിക്കാം. നമ്മൾ അധ്വാനശീലരായിട്ട് കൂടുതൽ മടിയും അലസതയും കളഞ്ഞ് കൂടുതൽ അധ്വാനിക്കാൻ, ഈശോ പറഞ്ഞ പോലെ താലന്തുകൾ വർദ്ധിപ്പിക്കാൻ, 5 10 2 4 താലന്തുകൾ കുഴിച്ചിടാതെ വർദ്ധിപ്പിക്കാനുള്ള നമ്മുടെ കഴിവും കപ്പാസിറ്റിയും എല്ലാം വർദ്ധിപ്പിക്കാനുള്ള ഒരു വർഷമാക്കാൻ ഈ വർഷം നമുക്ക് പരിശ്രമിക്കാം. അതുപോലെ ഇയറിലെ ആദ്യത്തെ അക്ഷരം വൈ എന്ന് പറഞ്ഞ യുവേഴ്സെൽഫ്, നമ്മെ തന്നെ കണ്ടെത്താനുള്ള ഒരു വർഷം. ദൈവം സൃഷ്ടാവാണെന്നാണ് ബൈബിളിൽ പറയുക. അപ്പോൾ ദൈവം ഓരോരുത്തരെയും യുണീക്ക് ആയിട്ടാണ് സൃഷ്ടിച്ചത്. ഞാൻ ഒരിക്കലും ഒരു മറ്റ് വ്യക്തിയെ അനുകരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ തന്നെ ആകുമ്പോഴാണ് എനിക്ക് കൂടുതൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം കിട്ടുക. അപ്പോൾ നമ്മെ തന്നെ കണ്ടെത്താനുള്ള ഒരു വർഷമാക്കിയിട്ട് ഈ വർഷം നമുക്ക് മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഇ ഫോർ എനർജി. നമുക്ക് ശക്തി ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ലഭിക്കുന്നവരെ, പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത് വരെ തന്റെ ശിഷ്യന്മാരോട് ജെറുസലേമിൽ താമസിക്കാൻ പറഞ്ഞത്. ഈ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ശക്തിയോടെ ഈ ഒരു വർഷം പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എ ഫോർ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ സ്വഭാവം, നമ്മുടെ മനോഭാവം മാറ്റാനുള്ള ഒരു വർഷം കൂടി ആയി തീരട്ടെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുകയാണ്, ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം നിങ്ങൾക്കുണ്ടാകട്ടെ. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, അപരന്റെ താല്പര്യം കൂടി പരിഗണിക്കണം. ഫിലിപ്പി 4:4. അപ്പൊ മറ്റുള്ളവരെ കൂടി പരിഗണിക്കുന്ന ഒരു വർഷമായിട്ട്, ക്രിസ്തുവിന്റെ മനോഭാവം, ആറ്റിറ്റ്യൂഡുള്ള ഒരു വർഷമായിട്ട് ഈ വർഷം നമുക്ക് മാറ്റാൻ പരിശ്രമിക്കാം. അതുപോലെ അവസാന അക്ഷരം ആർ ഫോർ റീബർത്ത്, ഒരു പുനർജന്മം. ഈശോ പറയുകയാണ്, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് ഈശോ പറയുക. ഈ മാതാവിന്റെ ഉദരത്തിൽ പോയി വീണ്ടും ജനിക്കുന്ന കാര്യമല്ല ഈശോ പറയുക. പക്ഷെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി, പൗലോസ്ലീഹയുടെ ഭാഷയെ പറഞ്ഞ പുതിയ മനുഷ്യനെ ധരിക്കുക, ഒരു പുതുമ ജീവിതത്തിൽ ഉണ്ടാവുക. ഈ ഒരു പുതിയ മനുഷ്യനെ ധരിക്കുമ്പോഴാണ് നമുക്കൊരു റീബർത്ത്, വീണ്ടും ജനനം നമുക്ക് ലഭിക്കുക. പഴയ ദുഷ്ടതയും ദുസ്വഭാവങ്ങളും ദുശീലങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പുതിയ മനുഷ്യനായിട്ട് മാറാൻ നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ ഈ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ. അതുപോലെ തന്നെ AD എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്കിന്റെ അർത്ഥം ഇങ്ങനെയാണ്, ആനോ ഡോമിനി എന്നാണ്. അതായത് കർത്താവിന്റെ വർഷം എന്നാണ്. ഒരു കർത്താവിന്റെ വർഷമായിട്ട് ഈശോയോട് ചേർന്ന് നിന്ന് ഒരു പുതിയ മനുഷ്യനായിട്ട് മാറാനായിട്ട് എല്ലാവർക്കും ഈ പുതുവർഷത്തിൽ സാധിക്കട്ടെ. പുതുവർഷത്തിന് മംഗളങ്ങൾ ഒത്തിരി സന്തോഷത്തോടെ നേരുന്നു. ഹാപ്പി ന്യൂ ഇയർ.